ഡൽഹി ഓൾഡ് രജീന്ദ്ര നഗർ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിന്റെ ബേസ്മെന്റിൽ വെള്ളം കയറി 3 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. 10 അടിയോളം ഉയരത്തിൽ വെള്ളം പൊങ്ങിയതാണ് അപകട കാരണം. റാവൂസ് IAS അക്കാദമിയിലാണ് അപകടമുണ്ടായത്. രാകേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. രാകേഷ്, ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് നമുക്ക് തുടക്കത്തിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. ഈ 3 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യമുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു സ്ഥലത്ത് വെള്ളം കയറി അവിടെ വിദ്യാർത്ഥികൾ കുടുങ്ങി, അതിനുശേഷം 3 വിദ്യാർത്ഥികൾ മരിച്ചു എന്നുള്ള ഏറെ വേദനിപ്പിക്കുന്ന വാർത്ത. ഇത് എങ്ങനെയായിരുന്നു ഈ ഒരു സംഭവം? ഇന്നലെ രാത്രി 7 മണിയോടുകൂടിയാണ് ഓൾഡ് രജീന്ദ്ര നഗറിലെ ഡൽഹിയിലെ ഓൾഡ് രജീന്ദ്ര നഗറിലെ IAS അക്കാദമിയിൽ ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. കാരണം ഇന്നലെ വൈകിട്ട് 5 മണിക്ക് ശേഷം കനത്ത മഴയാണ് ഡൽഹിയിൽ. ഇതോടുകൂടി ഡ്രെയിനേജുകൾ നിറഞ്ഞു ഒഴുകുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ ഒരു ഡ്രെയിനേജ് തകർന്നുകൊണ്ട് ഈ IAS അക്കാദമിയിലേക്ക് വെള്ളം ഒഴുകിയെത്തുകയായിരുന്നു. ബേസ്മെന്റിലാണ് ഇങ്ങനെ വെള്ളം നിറഞ്ഞത്. ഏതാണ്ട് 10 മുതൽ 12 അടി വരെ വെള്ളം നിറഞ്ഞു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഈ സമയത്ത് ബേസ്മെന്റിൽ, അതായത് IAS അക്കാദമിയുടെ ഈ ബേസ്മെന്റിൽ IAS അക്കാദമിയുടെ ലൈബ്രറിയാണ് പ്രവർത്തിച്ചിരുന്നത്. അവിടെ ഏതാണ്ട് 30-ലധികം വിദ്യാർത്ഥികൾ ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അവരാണ് അപകടത്തിൽപ്പെട്ടത്. ഇങ്ങനെ 3 പേർ മുങ്ങി മരിക്കുകയാണ് ഉണ്ടായത്. ദാരുണമായ സംഭവമാണ് ഏതായാലും ഓൾഡ് രജീന്ദ്ര നഗറിൽ ഉണ്ടായിരിക്കുന്നത്. 14 പേരെ രക്ഷപ്പെടുത്തി എന്നുകൂടി ഇപ്പോൾ ഫയർഫോഴ്സ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 7 മണിക്ക് ഈ അപകടം സംഭവിക്കുന്നു. തൊട്ടു പിന്നാലെ ഫയർഫോഴ്സിന് ഇത് സംബന്ധിച്ച ഫോൺ കോൾ വരുന്നു. അതിനുശേഷം ഫയർഫോഴ്സ്, ഒപ്പം തന്നെ ഡൽഹി പോലീസ്, NDRF തുടങ്ങിയവർ ചേർന്നുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തുടർന്ന് ഏതാണ്ട് രാത്രി 11 കൂടിയാണ് 3 പേരുടെ മൃതദേഹം കണ്ടെടുക്കുന്നത്. 2 പെൺകുട്ടികൾ, ഒപ്പം തന്നെ ഒരു ആൺകുട്ടി എന്നിവരുടെ മൃതദേഹമാണ് കണ്ടെടുത്തിരിക്കുന്നത്. ഏതായാലും വലിയ പ്രതിഷേധങ്ങൾക്കും പിന്നീട് ഈ സംഭവം വഴിവെച്ചു. വിദ്യാർത്ഥികൾ നീതി ആവശ്യപ്പെട്ട് ഈ IAS കോച്ചിങ് സെന്ററിലെ വിദ്യാർത്ഥികൾ തന്നെ അവിടെ പ്രതിഷേധിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ ഡൽഹി സർക്കാർ മജിസ്റ്റീരിയൽ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും രാഷ്ട്രീയ ആരോപണങ്ങൾ ഇതിനോടൊപ്പം തന്നെ ഉയർന്നിട്ടുണ്ട്. അതായത് ഈ ഡ്രെയിനേജുകൾ വൃത്തിയാക്കാത്തതാണ് ഇത്ര വലിയ അപകടത്തിലേക്ക് നയിച്ചതെന്ന ആരോപണം ഇതിനകം BJP ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ വിവാദങ്ങൾ എന്തുമാകട്ടെ, പക്ഷേ 3 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യമാണ് ഇപ്പോൾ ഏതായാലും സംഭവിച്ചിരിക്കുന്നത്. ഓൾഡ് രജീന്ദ്ര നഗറിന്റെ ഒരു പ്രത്യേകത, രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അവിടേക്ക് IAS പരിശീലനത്തിനായി എത്തുന്ന നിരവധി ഇത്തരത്തിൽ കോച്ചിങ് സെന്ററുകളുള്ള ഒരു സ്ഥലം കൂടിയാണ് ഓൾഡ് രജീന്ദ്ര നഗർ. അവിടെയാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഏതായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഭവ്യ, ഈ 3 വിദ്യാർത്ഥികൾ മരണപ്പെട്ടതിന് പിന്നാലെ കോച്ചിംഗ് സെന്ററിന് മുൻപിൽ മറ്റു വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി എത്തിയിരുന്നു. മറ്റു വിദ്യാർത്ഥികളുടെ പ്രതികരണം കണ്ട ശേഷം ഞാൻ രാകേഷിലേക്ക് തിരിച്ചെത്തും. No one to take the responsibility here. We want someone from the government to come here and take the responsibility for the people, for all the students who have lost their lives here. और यहाँ पर सर एक ट्वीट करने से या एक लेटर लिखने से अपने इसी कमरे में बैठ के सर क्या भविष्य लोगों का यहाँ पे सुधार रहे हैं सर? यहाँ पे वोट मांगने आते हैं तो घर तक आते हैं सर वोट मांगने आते हैं तो घर तक आते हैं, और जब कोई त्रासदी होती है तो अपने घर में बैठ के लेटर लिखते हैं सर. How is it justified sir? രാകേഷ് തുടരുന്നുണ്ട്. രാകേഷ്, തുടക്കത്തിൽ രാജേഷ് സൂചിപ്പിച്ചിരുന്നു 30ഓളം കുട്ടികളാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന്. ആ 30ഓളം കുട്ടികളെയും സുരക്ഷിതരാക്കി, അല്ലെങ്കിൽ ബാക്കിയുള്ള കുട്ടികളെ സുരക്ഷിതരാക്കി പുറത്തെത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇന്നലെ രാത്രിയായിരുന്നു ഈ സംഭവം. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പരിശോധനയടക്കം അവിടെ ഉണ്ടായിരുന്നു. ബാക്കി കുട്ടികളെല്ലാവരും സുരക്ഷിതരാണോ രാകേഷ്? ഭവ്യ, ഏതാണ്ട് 30 മുതൽ 35 വരെ വിദ്യാർത്ഥികളാണ് ഈ സമയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടായിരുന്നത്. ഇതിൽ മുഴുവൻ പേരും ഈ സമയം ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമല്ല. പക്ഷേ ബാക്കി എല്ലാവരെയും തന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ഫയർഫോഴ്സ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, സാധാരണഗതിയിൽ ഡൽഹിയിൽ ഇത്തരത്തിൽ മഴ പെയ്താൽ ഏതാണ്ട് 1 മണിക്കൂർ നിർത്താതെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഡൽഹിയിൽ ഇത്തരത്തിൽ വെള്ളക്കെട്ടുകൾ പതിവാണ്. പക്ഷേ ഈ വെള്ളക്കെട്ടിനുപരിയായി, റോഡിലെ വെള്ളത്തിനുപരിയായി ഈ ഡ്രെയിനേജ് തകർന്നുകൊണ്ട് ഈ വെള്ളം മുഴുവൻ ഒലിച്ച് ബേസ്മെന്റിലേക്ക് എത്തുന്നതാണ്. നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതാണ്. കാരണം ബേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും താഴെ നില, അവിടേക്ക് ഈ വെള്ളം വലിച്ചു വരുമ്പോൾ അവിടെ നിന്ന് വെള്ളം എങ്ങോട്ടും പോകാൻ കഴിയാത്തൊരു സാഹചര്യം വരികയും ചെയ്യും. അതാണ് 10 മുതൽ 12 അടി വരെ ഉയരത്തിൽ ഇത്തരത്തിൽ വെള്ളം ഉയരാനുള്ള പ്രധാനപ്പെട്ട കാരണം. അവിടെ ആ സമയം ലൈബ്രറിയിലാണ് ഈ വിദ്യാർത്ഥികളൊക്കെ തന്നെ റെഫറൻസിനും മറ്റും കാര്യങ്ങൾക്കായി ലൈബ്രറിയിൽ ഈ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. ഏതായാലും 14 പേരെ രക്ഷപ്പെടുത്തി എന്നാണ് ഫയർഫോഴ്സ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ 3 പേർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അവർ ഈ വെള്ളത്തിൽ കുടുങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടായി. അതാണ് ഇത്തരത്തിൽ ഏതായാലും ദാരുണമായ സംഭവത്തിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും
സാധാരണ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ അഴുക്ക് ചാലുകൾ വൃത്തിയാക്കാത്ത സംഭവം കൂടി ഇതിന്റെ വ്യാപ്തി വർദ്ധിച്ചു എന്ന ആരോപണവും ഇതിനോടകം തന്നെ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഡൽഹി സർക്കാർ ഇനി ഈ വിഷയത്തിൽ എന്ത് നടപടിയെടുക്കുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇത് ആദ്യമായല്ല ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ ഇത്തരത്തിൽ വെള്ളക്കെട്ടിൽ വൈദ്യുതിയാഘാതമേറ്റ് സമാനമായ രീതിയിൽ IAS കോച്ചിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ IAS പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ മരിക്കുന്ന സംഭവമുണ്ടായി. അതിന് സമാനമായ സംഭവം തന്നെ ഇപ്പോൾ ഡൽഹിയിൽ വീണ്ടും ആവർത്തിക്കപ്പെട്ടിരിക്കുകയാണ്. ഭവ്യ, തീർച്ചയായും ഡൽഹി ഓൾഡ് രാജേന്ദ്ര നഗറിൽ സിവിൽ സർവീസ് കോച്ചിംഗ് സെന്ററിൽ ബേസ്മെന്റിൽ വെള്ളം കയറി 3 വിദ്യാർത്ഥികൾക്കാണ് ദാരുണാന്ത്യം. മരിച്ചവരിൽ 2 പേർ പെൺകുട്ടികളാണെന്ന് മനസ്സിലാക്കുന്നത്. ഒരാൾ ആൺകുട്ടിയുമാണ്. കൂടുതൽ വിദ്യാർത്ഥികൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന സംശയത്തിൽ സ്ഥലത്ത് ദേശീയ ദുരന്ത നിവാരണ സേനയടക്കം പരിശോധന തുടരുന്നുവെന്ന് മനസ്സിലാക്കുന്നു. ഇന്നലെ രാത്രിയായിരുന്നു ഈ ദാരുണമായ സംഭവം. വെള്ളക്കെട്ട്, അഴുക്കുചാലിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതൊക്കെയാണ് 3 കുട്ടികളുടെ ദാരുണ അന്ത്യത്തിലേക്ക് നയിച്ചത് എന്ന് പറയുമ്പോൾ അത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. എന്ത് നടപടി ഇതിൽ എടുക്കും സർക്കാർ എന്നതാണ് ഇനി ഡൽഹി സർക്കാർ എന്ന നോക്കിക്കാണുള്ളത്. എന്തായാലും 3 കുട്ടികളുടെ മരണം സംഭവിച്ചു എന്നുള്ള ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഡൽഹിയിൽ നിന്നും വരുന്നത്. രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കാത്തിരിക്കുകയാണ്.